ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ ബോട്ടം പിൻടെക്സ് ചെയ്ത് എങ്ങനെയാണ് ഭംഗിയായി ഡിസൈൻ ചെയ്തെടുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും മിനീസ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. മൂന്നര ഇഞ്ച് വീതിയിലും പാൻറ്റിൻ്റെ അടിഭാഗത്തെ വണ്ണം എത്രയാണോ ആ അളവ് നീളത്തിലും ഉള്ളൊരു ക്യാൻവാസ് എടുത്ത് അത് പാൻറ്റിൻ്റെ അതേ കളറിലുള്ള തുണിയിൽ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത് 1/2 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാൻറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ആ ലൈൻ വരുന്ന ഭാഗം സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കണം. എപ്പോഴും സിഗരറ്റ് പാൻറ്റ് തേക്കുമ്പോൾ ബാക്ക് വശത്ത് കുറച്ച് വീതി കൂടുതലുണ്ടാവും, ഫ്രണ്ട് പാനലിൽ കുറവായിരിക്കും. അപ്പോൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ ഒരു 2 ഇഞ്ച് നീളത്തിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഇരുവശത്തുമായി ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടത് വി ഷേപ്പിലായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഇഞ്ച് വീതിക്കാണ്. അതുകൊണ്ട് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നീളത്തിൽ 2 ഇഞ്ച് കുറവ് വരുത്തി വേണം പാൻറ്റ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇത് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 1/2 ഇഞ്ച് വിട്ട ഭാഗത്ത് അവിടെ നമുക്ക് 1/4 ഇഞ്ച് മതി. എന്നാലേ ഇത് മടക്കിയെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി കട്ട് ചെയ്ത് ഈ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കുവാനായിട്ട്. ഇനി ഇതിൽ 3 ഭാഗത്തായിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് മറിച്ചെടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. ഈ ക്യാൻവാസിൻ്റെ മറ്റേ വശത്ത് ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തേക്കേണ്ടതായിരുന്നു. ക്യാൻവാസ് നമ്മൾ പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത് മറന്നുപോയതാണ്. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അത് തയ്ച്ചെടുക്കണം. ക്ഷമയോടുകൂടി തിരക്ക് പിടിക്കാതെ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റിച്ചിങ്. തിരക്ക് പിടിച്ച് ചെയ്താൽ അത് തെറ്റിപ്പോകും, പിന്നെ അത് അഴിച്ചെടുക്കേണ്ടി വരും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിരക്ക് പിടിക്കാതെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്കിത് വേഗം തീർത്ത് എടുക്കണം എന്നുള്ളൊരു തിരക്കാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി വേറൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 6 ഇഞ്ചാണ്. നീളം വന്നിട്ട് എത്രയാണോ നിങ്ങളുടെ പാൻറ്റിൻ്റെ അടിഭാഗത്തുള്ള നീളം അതിനേക്കാളും ഒരു 6 ഇഞ്ച് കൂടുതൽ എടുക്കണം. കാരണം ഇത് പിൻടെക്സ് തേക്കാനാണ്. ഇതും അതേപോലെ പാൻറ്റിൻ്റെ അതേ ഫാബ്രിക് കൊണ്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് പിൻടെക്സ് തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടേപ്പ് വെച്ചിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പ് അടയാളപ്പെടുത്തിയിട്ട് അതിങ്ങനെ പെൻസിൽ വെച്ചിട്ട് വരഞ്ഞെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിലോ 3/4 ഇഞ്ച് ഗ്യാപ്പിലോ ഒക്കെ പിൻടെക്സ് തേക്കാവുന്നതാണ്. പക്ഷേ ഗ്യാപ്പ് കുറവെടുക്കുകയാണെങ്കിൽ തുണിയുടെ നീളം കൂട്ടണം, അല്ലെങ്കിൽ തുണി തികയാതെ വരും. ഇനി ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ലൈനിൽ കൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേ വീതിയും നീളമുള്ള മറ്റു തുണി കൊണ്ട് ഇതിൻ്റെ ബാക്കിലുള്ള ക്യാൻവാസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ അധികം നിൽക്കുന്ന ഭാഗമൊക്കെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ടിത് മറിച്ചെടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കാനൊന്നും ഒരു മടിയും കാണിക്കരുത്. അയൺ ചെയ്തെടുത്താലേ നമുക്കിത് നല്ല ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നമുക്കിനി പാൻറ്റിൻ്റെ അടിഭാഗത്തായി വെച്ച് കൊടുക്കാം. ഇത് 2 ഇഞ്ച് വീതിക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇത് ശരിക്കും പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു 2 സ്റ്റിച്ച് എടുക്കണം. ഇതുപോലെ ഒരു സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്, മുകളിലും ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗത്തും ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു ഡിസൈനർ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ തുണി കൊണ്ട് തന്നെ ഒരു ബട്ടൺ ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ബട്ടനോ ലേസോ ഒക്കെ വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ ഭംഗി കൂട്ടാവുന്നതാണ്. പിൻടെക്സ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലെയിൻ തുണിയിൽ തന്നെ ചെയ്യുക. അതാണ് കൂടുതൽ ഭംഗി. ഡിസൈനുള്ള തുണികളാണെങ്കിൽ അത്ര ഭംഗി കിട്ടാറില്ല.